മാൻ ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻ. മനുഷ്യൻ സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്, പക്ഷേ എല്ലായ്പ്പോഴും അവൻ ചങ്ങലകളിലാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അത് മറ്റാരുമല്ല, ജീൻ ജാക്കോസ് റൂസോ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മറ്റെല്ലാ വിഷയങ്ങളുടെയും HSA നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നപ്പോൾ HSA സോഷ്യൽ സയൻസിനെ മാത്രം ഒന്ന് പിടിച്ചിരുത്തി. നിരവധി ഉദ്യോഗാർത്ഥികൾ, ഒരുപക്ഷെ മറ്റു വിഷയങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന ഒരു വലിയ മത്സരമാണ് HST സോഷ്യൽ സയൻസ്. അത് എന്തുകൊണ്ട് താമസിച്ചു എന്നതിനെ സംബന്ധിച്ചൊരു വീഡിയോ എൻട്രി നേരത്തെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ്. അത് മറ്റൊന്നുമല്ല, HSAയുടെ നോട്ടിഫിക്കേഷൻ പൂർത്തിയായിരിക്കുന്നു. ഇനി ഏത് നിമിഷവും, ഏത് സമയത്തും, ഏത് ദിവസവും കേരള പബ്ലിക് സർവീസ് കമ്മീഷന് ഈ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനത്തിലൂടെ പുറത്തിറക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അല്പം യുക്തി ഇവിടെ നിങ്ങളൊന്ന് ചിന്തിക്കണം. മറ്റൊന്നുമല്ല, 10 വിഷയങ്ങൾ, ഹിസ്റ്ററി, ജോഗ്രഫി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, സിവിക്സ്, കറണ്ട് അഫേഴ്സ്, റിനൈസൻസ്, സോഷ്യോ എക്കണോമിക് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്, ചൈൽഡ് പെഡഗോജി, എഡ്യൂക്കേഷൻ സൈക്കോളജി, മെത്തഡോളജി തുടങ്ങിയ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന അന്ന് മുതൽ പഠിച്ചാൽ തീർക്കാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ ബാക്കി എല്ലാ വിഷയങ്ങളുടെയും നോട്ടിഫിക്കേഷൻ വന്നു എന്ന് നിങ്ങൾക്കറിയാം. അവരുടെ എക്സാമിനേഷൻ ഏകദേശം ഓഗസ്റ്റ് മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ഈ വരുന്ന തിങ്കളാഴ്ച നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഈ ഓഗസ്റ്റിൽ നിങ്ങളെയും കൊണ്ട് പരീക്ഷ എഴുതാൻ PSC തീരുമാനിച്ചാലോ? എന്ത് ചെയ്യും നിങ്ങൾ? യുക്തിപരമായും ശാസ്ത്രീയപരമായും നിങ്ങൾ മനസ്സുറച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത ബിരുദവും ബിരുദാനന്തര ബിരുദവും അതുപോലെ തന്നെ പ്രൊഫഷണൽ ബിരുദവും, അതുകൂടാതെ സ്പെഷ്യൽ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് കേറ്ററ്റും സീറ്ററ്റും ടെറ്റും നെറ്റും സെറ്റുമെല്ലാം നിങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് പഠിച്ചത്. ഈ പഠനത്തിൻ്റെ എല്ലാം അവസാനമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, ഒരു സർക്കാർ ജോലി, ഒരു സർക്കാർ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന ഒരു സ്വപ്നം. ആ സ്വപ്നം നിറവേറ്റാൻ പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സും ഹിസ്റ്ററിയും സോഷ്യോളജിയും ആന്ത്രോപോളജിയും പാലിയൻറ്റോളജിയും ഫിലോസഫിയും ഒക്കെ പഠിച്ചിട്ട് നിങ്ങൾ BEdും ചെയ്തിട്ട് വീട്ടിലിരിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ മറിച്ചൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന് ലോകം കീഴടക്കാൻ തുനിഞ്ഞു പുറപ്പെട്ട നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പോലെ, അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ ശക്തമായി നിങ്ങൾക്ക് കീഴടക്കലുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പഠനം ആരംഭിക്കേണ്ട നിമിഷം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ നിമിഷം മുതൽ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാവുക, നിങ്ങൾ പ്രതിബദ്ധരാവുക, സമചിത്തതയോടുകൂടി നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുക. എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. ഈ മുഴുവൻ മൊഡ്യൂളുകളിലെയും സിലബസുകൾ ആധികാരികമായി പഠിപ്പിക്കാൻ കഴിയുന്ന പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ, ആ അധ്യാപകരെയും നിങ്ങളെയും മെൻറ്റർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, ഇതെല്ലാം കൂടി പഴയകാല ചോദ്യപേപ്പറുകളും പ്രതീക്ഷിത ചോദ്യപേപ്പറുകളും എല്ലാം കൂടി ചേർത്തുകൊണ്ട് എൻട്രി ഒരു വിഭവ സദ്യയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. സോ ജോയിൻ നൗ.